ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറല്ലേ? അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാമല്ലേ. എൻ്റെ പേര് അരുൺ, വയസ്സ് 30, ഭാര്യ ദീപ, അവൾക്ക് വയസ്സ് 27. കഥയിലെ നായികയും പുള്ളിക്കാരി തന്നെയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമാകുന്നു. എന്നെ വെച്ച് നോക്കിയാൽ അവൾ നല്ല വെളുത്തതാണ്. ഞാൻ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. എൻ്റെ ഭാര്യ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റിലാണ്. ഒരു മാസ്റ്റർ ബെഡ്റൂമും മറ്റൊന്നിൽ ദീപയുടെ വർക്ക് ഫ്രം ഹോം ആവശ്യങ്ങൾക്കായി സെറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു റൂമും. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് 45 മിനിറ്റ് ട്രാവലുണ്ട്. ദീപയ്ക്കൊരു 20 to 30 മിനിറ്റ് മാക്സിമം. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ദിശയിലേക്കുള്ള സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമാകട്ടെ കുറച്ചുള്ളിലേക്ക് ഒതുങ്ങിയ ഗ്രാമപ്രദേശത്താണ്. എന്നാൽ ദീപ വർക്ക് ചെയ്യുന്നത് ടൗണിൽ തന്നെയാണ്. സാധാരണയായി ഞാൻ കാറിലും അവൾ അവളുടെ സ്കൂട്ടിയിലുമാണ് യാത്ര. ചിലപ്പോഴൊക്കെ പുള്ളിക്കാരി ബസ്സിലും പോവാറുണ്ട്. ഓഫീസിൽ സ്പെഷ്യൽ മീറ്റിംഗ് ഉള്ള ദിവസങ്ങളിൽ കൂടുതലും ബസ്സിലാണ് പോവാറുള്ളത്. തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരുന്നതിന് മടിയായതുകൊണ്ടാണ് ബൈക്ക് എടുക്കാത്തതെന്ന് പറയും. എൻ്റെ വർക്കിംഗ് ടൈം 10 to 6ഉം ദീപയുടെ 9 to 5ഉമാണ്. എന്നാൽ പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് ടൈം പെർഫെക്റ്റ് ഒന്നും അല്ല. ചിലപ്പോൾ 6 അല്ലെങ്കിൽ 7, ചിലപ്പോൾ 8 മണി വരെ ആകും. ലേറ്റ് ആവുന്ന ദിവസങ്ങളിൽ എനിക്ക് ദീപ മെസ്സേജ് അയച്ചിടും. ഞാൻ ടയേർഡ് അല്ലെങ്കിൽ പിക്ക് ചെയ്യാൻ വരാനും പറയും. എനിക്ക് വീക്കെൻഡ്സിൽ ഓഫാണ്. എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം ശനി ദിവസങ്ങളിൽ വർക്ക് ചെയ്യും. ദീപയ്ക്ക് തിങ്കൾ മുതൽ ശനി വരെ വർക്കുണ്ട്. ഇനി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സാമാന്യം കാണാൻ തരക്കേടില്ലാത്ത ആവറേജ് ലുക്കുള്ള ഒരു 5.8 ഉയരമുള്ള ഒരാൾ. എൻ്റെ ഭാര്യ ദീപ 4.5 ഉയരം. എന്നാൽ മെലിഞ്ഞിട്ടാണെന്ന് ചോദിച്ചാൽ അല്ല, സാമാന്യം തരക്കേടില്ലാത്ത വണ്ണം. എന്നാൽ സുന്ദരിയാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. ജിമ്മിലൊന്നും അവൾ പോകുന്നില്ല, പാരമ്പര്യമായിട്ട് കിട്ടിയതാവാം. ദീപ ഡാൻസ് കളിക്കും, അതും അവൾക്ക് തോന്നുമ്പോൾ. ചിലപ്പോഴൊക്കെ അവളുടെ റൂമിൽ നിന്നും പാട്ട് കേൾക്കും. കൈമുട്ടോളം വരുന്ന നീണ്ട മുടിയുണ്ട് അവൾക്ക്. അതവളുടെ ഭംഗി കൂട്ടിയിട്ടേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണെങ്കിലും പുള്ളിക്കാരി പട്ടിക്കാട് ചിന്താഗതി മനസ്സിൽ കൊണ്ടടക്കുന്ന ഒരാളാണ്. എപ്പോഴും വെളിയിൽ പോകുമ്പോൾ ചുരിദാർ തന്നെയാണ് വേഷം. ഞാൻ ഒരുപാട് വഴക്ക് പറയും, പക്ഷേ അവളത് കേൾക്കില്ല. അവൾക്കെല്ലാം നന്നായി മാച്ചാകും. പക്ഷേ ചുരിദാറാണ് അവൾക്ക് കൂടുതൽ കംഫർട്ട്. എന്നാൽ വർക്ക് പ്ലേസിൽ ചുരിദാറിട്ട് പോകുന്നത് നടക്കില്ല. കമ്പനിയിൽ ഒരു ഡ്രസ് കോഡുണ്ട്, അത് വേണം ഇടാൻ. പക്ഷേ അവൾക്ക് അതിനൊന്നും താല്പര്യമില്ല. കമ്പനിയിൽ ഇടുന്നതിന് വേണ്ടി ഞാൻ മോഡേൺ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്താലും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഒരുപാട് അതിൻ്റെ പേരിൽ അവളെ വഴക്കു പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല. ഇനി ഞങ്ങളുടെ ലൈഫ്, കുട്ടികൾ ഇപ്പോഴേ വേണ്ട എന്നും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം മാത്രം മതിയെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ നാട്ടിലല്ല, പൂനെയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ ഞാനും ഒരനിയത്തിയുമാണ്. അനിയത്തി ഇപ്പോൾ നാട്ടിൽ എൻജിനീയറിങ് ചെയ്യുന്നു. ദീപ ഒറ്റ മോളാണ്. പാരൻസ് നാട്ടിൽ. രണ്ടുപേരുടെയും കുടുംബം അത്യാവശ്യം അറിയപ്പെടുന്ന തറവാട്ടുകാരാണ്. ഈ അടുത്തായിരുന്നു ഞങ്ങളുടെ 3rd ഇയർ ആനിവേഴ്സറി. ഞാൻ അവൾക്ക് ഗിഫ്റ്റായി കൊടുത്തത് ഒരു ചെയിനായിരുന്നു. അങ്ങനെ 3rd ആനിവേഴ്സറി ആയിട്ട് കുറച്ച് ഷോപ്പിംഗ് നടത്താൻ സൺഡേ മാളിൽ പോയി. അവിടെ ഞങ്ങളൊരു മൂവി കണ്ടു. പിന്നെ ഫുഡും ഡ്രസ്സുമൊക്കെ എടുത്തു. അങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദീപയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ശരത് എന്ന ഒരു സുഹൃത്തിനെ കണ്ടത്. ദീപയാണ് എന്നെ വിളിച്ച് കാണിച്ചു തന്നത്. ശരത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടാണെന്നും പറഞ്ഞു. കാണാൻ ഒരു 25 വയസ്സ് തോന്നിക്കും. നല്ല ഹാൻസം. ഞങ്ങളങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു.
ശേഷം തിരിച്ച് ഫ്ലാറ്റിൽ വന്ന് ഒന്ന് കൂടി സന്തോഷമായി കിടന്നുറങ്ങി. പതിവ് പോലെ മൺഡേ ഞാൻ കണ്ണു തുറന്നപ്പോൾ 8 മണിക്ക് ദീപ ജോലിക്ക് പോവാൻ റെഡിയാകുമായിരുന്നു. ഇന്നലെ എടുത്തു കൊടുത്ത ഒരു ഡ്രസ്സായിരുന്നു അവൾ ഇന്ന് ഇട്ടിരിക്കുന്നത്. അങ്ങനെ 8:30 ദീപ ജോലിക്കിറങ്ങി. എനിക്കുള്ള ഫുഡെല്ലാം ടേബിളിൽ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ജോലിക്കിറങ്ങി. 6 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് ഫോണിൽ നോക്കിയപ്പോൾ ദീപയുടെ മെസ്സേജ്. ഞാൻ വരാൻ ലേറ്റാകും, ഒരു 7:30 അതായിരുന്നു അവളുടെ മെസ്സേജ്. ഞാനതിന് ഓക്കെ റിപ്ലൈ കൊടുത്തു. ഷിഫ്റ്റ് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ വർക്കേഴ്സിൻ്റെ കൂടെ പുറത്തുനിന്ന് ഒരു ചായ പതിവുള്ളതാണ്. അടുത്തുള്ള കടയിൽ ചായ കുടിക്കാൻ എടുക്കുമ്പോഴാണ് ബൈക്കിൽ വന്ന ഒരാളെ അരുണയെന്ന് വിളിക്കുന്നതും ഹെൽമെറ്റ് മാറ്റിയപ്പോഴാണ് ആ ആളെ എനിക്ക് മനസ്സിലായത്. മിഥുൻ എൻ്റെ ഒരു പരിചയക്കാരനാണെന്ന് പറയാം. പൂനെയിൽ വന്ന ടൈമിലൊക്കെ വീടൊക്കെ സെറ്റാക്കാൻ പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇവിടെ മെഡിക്കൽ റെപ്പായി വർക്ക് ചെയ്യുന്നു. നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് മിഥുനെ ഞാൻ പൂനെയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നേ ഇവിടുത്തെ ലൈഫ്? നാട്ടിലൊക്കെ പോകാറുണ്ടോ? എന്നെ കണ്ടതും മിഥുൻ ചോദിച്ചു. ആ, ലൈഫ് ഫുള്ള് ബിസിയാണ്. പ്രത്യേകിച്ച് അത് പറയേണ്ടതില്ലല്ലോ. നാട്ടിലേക്ക് പോകണമെന്നൊക്കെ ഉണ്ട്, സമയം കിട്ടുന്നില്ല. എനിക്കവൾക്കും ലീവ് ഒരുമിച്ച് കിട്ടണ്ടേ? ഞാൻ പറഞ്ഞു. ഓ, അത് ശരിയാ. ഞാൻ വൈഫിനെ വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് കണ്ടായിരുന്നു. സംസാരിക്കാനും പറ്റില്ല. വീട്ടിലേക്ക് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു. ഒരു സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു. മിഥുൻ എന്നോട് പറഞ്ഞു. അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. അവൾ വരാൻ ലേറ്റ് ആകുമെന്ന് മെസ്സേജ് ഇട്ടിരുന്നു. മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അവനോട് പറഞ്ഞു. ആണോ? ചിലപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് കാണും. മെസ്സേജ് അയക്കാൻ മറന്നതാവും. എന്തായാലും ഞാൻ വരുന്ന വഴിയിൽ കണ്ടിരുന്നു. ഒരു വൈറ്റ് ടോപ്പും ഒരു റെഡ് ഹെൽമെറ്റും. കൂടെയുള്ള ഫ്രണ്ടിനെ ഞാൻ കണ്ടില്ല, അവൻ പറഞ്ഞു. ആ, അത് അവൾ തന്നെയാകും. ചിലപ്പോൾ വന്ന് കാണും. അല്ല, നാട്ടിലും വീട്ടിലുള്ള എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ അവനോട് ചോദിച്ചു. ആടാ, എല്ലാവരും ഹാപ്പി. എന്തായാലും കണ്ടതിൽ സന്തോഷം. പിന്നെ എപ്പോഴെങ്കിലും ഇതുപോലെ വീണ്ടും കാണാം. ഇപ്പോൾ പോയിട്ട് കുറച്ച് ബിസിയുണ്ട്, മിഥുൻ പറഞ്ഞു. ആ, ഓക്കെ, ബൈ. ചായ കുടിച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നിറങ്ങി. ഒരു 7:30 ഞാൻ ഫ്ലാറ്റിലെത്തി. ഫ്ലാറ്റ് ലോക്കായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദീപ വന്നു. ചാടിക്കേറി, നീ ഇവിടെ വന്നിരുന്നോ? വീണ്ടും എവിടേക്ക് പോയതാണെന്നൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. ഞാൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫോണിൽ റീൽസും കണ്ടുകൊണ്ടിരുന്നു. അവൾ കുക്കിംഗ് കഴിഞ്ഞ് കുളിക്കാൻ കയറി. ഇതിനിടയിൽ ഞങ്ങൾ രണ്ടുപേരും കുറച്ചെന്തൊക്കെയോ സംസാരിച്ചു. പക്ഷേ ഇവിടെ വന്നെന്നൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല. അങ്ങനെ റീൽസ് നോക്കിയിരുന്നപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിൽ വന്നത്. ദീപ എന്നോടെന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഏയ്, ഉണ്ടാകില്ല. ചിലപ്പോൾ അവൾ പറയാൻ മറന്നതാകും എന്ന് ഞാൻ സ്വയം ആലോചിച്ചു. അങ്ങനെ ഇന്നത്തെ സംഭവങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കെ അവൾ കുളി കഴിഞ്ഞ് വന്നു. ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ചു. പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. രണ്ടുപേരും ഫോണും നോക്കി കഴിച്ചു. കിടക്കാൻ നേരം ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവൾ ഒട്ടും വയ്യ, ഓഫീസിൽ നല്ല ബിസിയായിരുന്നെന്നും പറഞ്ഞു. ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ബൈക്ക് കൊണ്ടുപോയത്? എന്നെ വിളിച്ചാൽ ഞാൻ വന്ന് പിക്ക് ചെയ്യില്ലേ? ഞാൻ അവളോട് ചോദിച്ചു. അത് ഇന്ന് മീറ്റിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. 3 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് ആണ്. ഒന്ന് ഫ്രീ ആയത് 6:45 ദീപ പറഞ്ഞു. ഞാനൊന്ന് മൂളുക മാത്രം ചെയ്തു. അല്ലാതെ എനിക്കവളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ തോന്നിയില്ല. കാരണം മിഥുൻ പറഞ്ഞത് ശരിയാവണമെന്നില്ലല്ലോ. അവന് ആള് മാറിയതുമാകാം. പിന്നെ ഞാൻ അത് വിട്ടു. അങ്ങനെ ശനിയാഴ്ചയായി. എനിക്ക് ഓഫായിരുന്നു. പതിവ് പോലെ രാവിലെ ദീപ വർക്കിന് പോകാൻ റെഡിയാവുന്നു. വൈകുന്നേരം ചിലപ്പോൾ ലേറ്റ് ആവും. ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. ബൈക്ക് എടുക്കുന്നില്ല, പിക്ക് ചെയ്യാൻ വരണം എന്ന് അവൾ എന്നോട് പറഞ്ഞു. ടൈം എത്രയാവുമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ പറയാൻ പറ്റില്ല, ടെക്സ്റ്റ് ചെയ്യാം എന്നാണ് അവൾ മറുപടി പറഞ്ഞത്. എന്തായാലും ഉറക്കം പോയി. എങ്കിൽ പിന്നെ എഴുന്നേക്കാമെന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് സോഫയിൽ തന്നെ ഒന്നുകൂടി കിടന്ന് മയങ്ങിപ്പോയി. ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്.
കമ്പനിയിൽ സ്വീപ്പറായി വർക്ക് ചെയ്യുന്ന ശ്യാമ ചേച്ചിയായിരുന്നു ഫോണിൽ. ചേച്ചിക്ക് അത്ര പ്രായമൊന്നുമില്ല, 40 വയസ്സ്. മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്ക് ചേച്ചിയെയും ചേച്ചിക്ക് എന്നെയും വലിയ കാര്യമാണ്. വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മലയാളികൾ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഹലോ, എന്താ ചേച്ചി വിളിച്ചേ? ഞാൻ ചോദിച്ചു. മോനെ, ഞാൻ അന്ന് മേടിച്ച പൈസയില്ലേ, 2000 രൂപ, അത് തിരിച്ചു തരാൻ വേണ്ടിയായിരുന്നു. അത് ചേച്ചി, ഞാനിപ്പോൾ കമ്പനിയിലില്ലല്ലോ, എനിക്കിന്ന് ഓഫാണ്, ഞാൻ പറഞ്ഞു. ആ, അതെനിക്കറിയാം മോനെ, ഞാനും ഇന്ന് ജോലി ചെയ്യുന്നില്ല. ഇന്ന് നൈറ്റ് ഞാൻ നാട്ടിൽ പോവാ. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കായിരുന്നു. അപ്പോഴാ ദീപമോളെ കണ്ടത്, ചേച്ചി പറഞ്ഞു. ഏ, ദീപയോ? എവിടെ? ഞാൻ ചോദിച്ചു. ആ, മോളിവിടെ മാളിലുണ്ട്. ഞാൻ മോനോട് ചോദിച്ചതിന് ശേഷം പൈസ മോളുടെ കയ്യിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചേ, ചേച്ചി പറഞ്ഞു. ഏയ്, അത് വേണ്ട ചേച്ചി, 2000 രൂപയല്ലേ, എനിക്കിപ്പോൾ ക്യാഷിൻ്റെ ആവശ്യമൊന്നുമില്ല. ചേച്ചി നാട്ടിൽ പോകുന്നതല്ലേ, അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടാകും, ഞാൻ പറഞ്ഞു. അല്ല മോനെ, എന്നാലും. ഏയ്, അതൊന്നും കുഴപ്പമില്ല ചേച്ചി, നാട്ടിൽ പോയി വരുമ്പോൾ കാണാം. എങ്കിൽ ശരി മോനെ. ഞാൻ സമയം നോക്കിയപ്പോൾ 2:30 ആവുന്നു. ഓഫീസിൽ പോയ ദീപ എങ്ങനെ മാളിലെത്തി? അവളുടെ മീറ്റിംഗ് ക്യാൻസലായോ? ഫോണിൽ അവളുടെ മെസ്സേജ് ഒന്നും ഇല്ല. ഞാൻ എന്തായാലും അവളെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി ഫോൺ റിങ് ചെയ്തു, പക്ഷെ എടുക്കുന്നില്ല. പിന്നെയും വിളിച്ചു നോക്കി. ഇത്തവണ കോൾ കട്ട് ചെയ്തു. ശേഷം വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഓഫീസിലാണ്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണ്, ഇപ്പോൾ കോൾ എടുക്കാൻ പറ്റില്ല, മീറ്റിംഗ് കഴിയുമ്പോൾ 7 ആവും എന്നായിരുന്നു അവളുടെ മെസ്സേജ്. എനിക്കാകെ തലയ്ക്ക് തീ പിടിക്കുന്ന പോലെ തോന്നി. കുറച്ച് ദിവസങ്ങൾ മുമ്പ് മിഥുൻ പറഞ്ഞ പോലെയല്ല, ചേച്ചിക്ക് ദീപയെ നല്ലപോലെ അറിയാം. ടൗണിൽ പോകുന്ന വഴി ഞങ്ങളുടെ ഫ്ലാറ്റിൽ പലതവണ ചേച്ചി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടും ചേച്ചി പറയുന്നത് വിശ്വസിക്കാം. ഞാൻ സമയം നോക്കി, 2:45. എന്തായാലും മാൾ വരെ ഒന്ന് പോയി നോക്കാം, ആര് പറയുന്നതാണ് ശരിയെന്ന് അറിയാലോ. അവൾ പറഞ്ഞത് ഓഫീസിലാണെന്നല്ലേ, മീറ്റിംഗ് കഴിയാൻ 6:45 ആവുമെന്ന്. അതുകൊണ്ട് ആദ്യം അവളുടെ ഓഫീസിൽ പോയി നോക്കിയിട്ട് പിന്നെ മാളിൽ പോയാൽ മതിയോ എന്നായി എൻ്റെ ചിന്ത. അല്ലെങ്കിൽ വേണ്ട, ഓഫീസിൽ പോകണ്ട. ഞാൻ അവിടെ ചെന്ന് ഇവളെക്കുറിച്ച് ആരോടെങ്കിലും അന്വേഷിച്ചാൽ അവൾ ചിലപ്പോൾ ദീപയോട് തന്നെ അത് വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്. ഞാൻ മാളിൽ പോകാൻ തീരുമാനിച്ചു. 3:30 ആയപ്പോൾ ഞാൻ മാളിലെത്തി. പാർക്കിങ്ങിൽ എൻ്റെ കാറ് പാർക്ക് ചെയ്തു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. ഞാൻ വളരെ ശ്രദ്ധിച്ച് മാളിൽ ദീപയെ അന്വേഷിച്ചു. നേരിട്ട് അവളുടെ മുന്നിൽ പോയി നിൽക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ അവളെ കണ്ടു. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ ഒട്ടും പറ്റിയില്ല. എൻ്റെ ദീപ അതാ മാളിൽ. അതിൽ എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അവളുടെ മോഡേൺ ഡ്രസ്സായിരുന്നു. അവളെ ഒരിക്കൽ പോലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അവളുടെ കൂടെയുള്ള ആളിനെ നോക്കി. അവളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ആ, എനിക്ക് ഓർമ്മ വന്നു. കൂടെയുള്ളത് രേഷ്മ. ഇവളെൻ്റെ നാട്ടുകാരിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ കോളേജിൽ പോയ സമയത്ത് ഇവളും വേറെ കോളേജിലായിരുന്നു. അങ്ങനെ പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായില്ല. ഞാൻ പൂനെയിൽ വരുന്ന ടൈമിൽ ഇവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കാരണം ഇവളുടെ ഹസ്ബൻഡുമായി മുംബൈയിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. രേഷ്മ അന്നേ ഒരു ബ്യൂട്ടി ക്യൂനായിരുന്നു. പഠിക്കുന്ന സമയം അവളെ നോക്കാത്ത ടീച്ചേഴ്സോ സ്റ്റുഡൻസോ ഇല്ലെന്ന് തന്നെ പറയാം. പല ടീച്ചേഴ്സിനും അവൾ പിടികൊടുത്തിട്ടുണ്ടെന്നും ഓണം സെലിബ്രേഷൻ ടൈമിൽ എല്ലാവർക്കും കണ്ണിന് കുളിർമ കൊടുക്കുന്നതും അവളുടെ ഒരു ഹോബിയായിരുന്നു. രേഷ്മ നല്ല വെളുത്തതായിരുന്നു, പക്ഷേ ദീപയുടെ അത്രയുമില്ല. അങ്ങനെ അവർ ഒരു ഷോപ്പിലേക്ക് കയറി ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് 2 പേർ വരുന്നത് ഞാൻ കണ്ടത്. അതിലൊരാൾ ശരത്താണ്. അവനെ മുമ്പൊരിക്കൽ ദീപ പരിചയപ്പെടുത്തിയിരുന്നു. കൂടെയുള്ളവനെ എനിക്കറിയില്ല. ഇവർ 2 പേരും അവരുടെ അടുത്ത് വന്നു. ശരത്ത് വന്ന് രേഷ്മയുടെ കയ്യിൽ പിടിച്ച് എന്തോ ചോദിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് പേരറിയാത്തവൻ നേരെ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്ന് അവനിലേക്ക് അടുപ്പിച്ചു. എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് അവൻ്റെ ആ പ്രവൃത്തികളിൽ യാതൊരു ഭാവവ്യത്യാസമോ നെട്ടലോ, എന്തിന് അവൾ അതിൽ നിന്നും പിന്മാറുക പോലും ചെയ്യുന്നില്ല. അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി.
അവളുടെ പെരുമാറ്റത്തിൽ ഇതൊരു സാധാരണ വിഷയം പോലെയാണെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് എന്തൊക്കെയോ കണ്ടിട്ട് ദേഷ്യം വന്നു. അവളുടെ നേരെ ചെല്ലണമെന്നും അവൻ്റെ കൈ തല്ലി ഓടിക്കണമെന്നും തോന്നി. എന്നാൽ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തു എന്ന് വേണം പറയാൻ. വീട്ടിലെ എൻ്റെ ഭാര്യയും ഓഫീസിലെ ദീപയും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയണമായിരുന്നു. പിന്നെ കുറച്ചു നേരം അവർ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. 1-2 കവർ പാക്ക് ചെയ്ത് അവർ അവിടെ നിന്നിറങ്ങി. പിന്നാലെ ഞാനും അവർ കാണാതെ ഫോളോ ചെയ്തു. രേഷ്മ ശരത്തിൻ്റെ ബൈക്കിൻ്റെ പുറകിലും ദീപ മറ്റവൻ്റെ ബൈക്കിൻ്റെ പുറകിലും കയറി. അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നുമുണ്ട്. ഞാൻ വളരെ ദൂരമായിട്ടായിരുന്നു അവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കാറ് ദീപയുടെ കണ്ണിൽ പെടണ്ട എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ കരുതിയത് ദീപിനി പോകുന്നത് അവരുടെ ആരെങ്ങളുടെയും വീട്ടിലേക്കാവുമെന്നാണ്. പക്ഷേ അവർ നേരെ പോയത് ഓഫീസിലേക്കാണ്. സമയം 5:30 ആയിരുന്നു. പാർക്കിങ്ങിൽ ബൈക്ക് വെച്ച് അവർ 4 പേരും ഓഫീസിൽ കയറിപ്പോയി. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. എൻ്റെ മനസ്സിൽ 100,000 ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. നേരിട്ട് അവളുടെ ഓഫീസിൽ പോയാലോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ ഒന്നും വേണ്ടെന്ന് വെച്ചു. ഞാൻ ഇതുവരെ 2-3 തവണ മാത്രമേ അവളുടെ ഓഫീസിൽ പോയിട്ടുള്ളൂ. അതും 1 വർഷത്തിന് മുമ്പോ മറ്റോ ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം പോലെ അവളുടെ ഓഫീസിലും മലയാളികളില്ലായിരുന്നു എന്ന് പറയാം. എപ്പോഴും അവൾ പറഞ്ഞിരുന്നു പിന്നീട് 2 മലയാളികൾ പുതിയതായി വന്നിരുന്നുവെന്ന്. ഞാൻ കൂടുതൽ അതൊന്നും ചോദിക്കാനും പിന്നെ പോയില്ല. ഞാൻ അങ്ങനെ വലിയ ഫ്രണ്ട് സൈക്കിൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ലായിരുന്നു. അന്നും അവളുടെ ഓഫീസിൽ പോയപ്പോൾ ഇവൾ ഓവർകോട്ടിലായിരുന്നു. കൂടെയുള്ളവർ പൂനെ സ്റ്റൈലിൽ മോഡേൺ ഡ്രസ്സിലും. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് മറ്റുള്ളവർ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അതുകൊണ്ട് അവർക്ക് ഡ്രസ് കോഡൊന്നുമില്ല എന്നായിരുന്നു. ഇങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ദീപയുടെ മെസ്സേജ് വരുന്നത്. എൻ്റെ മീറ്റിംഗ് 6:15 കഴിയും, പിക്ക് ചെയ്യാൻ വരണേ എന്നായിരുന്നു അവളുടെ മെസ്സേജ്. ഞാൻ സമയം നോക്കി, 5:45. കുറച്ച് നേരം കൂടി ഞാൻ കാറിൽ വെയിറ്റ് ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രേഷ്മയും ആ പേരറിയാത്തവനും ഓഫീസിന് വെളിയിൽ വരുന്നത് ഞാൻ കണ്ടു. അവർ പാർക്കിംഗ് ഏരിയയിലേക്കായിരുന്നു പോയത്. 2 പേരും ബൈക്ക് എടുത്തു. രേഷ്മയ്ക്കും ബൈക്കുണ്ടായിരുന്നു. എന്നാൽ ബൈക്കിലേക്ക് കയറാൻ തുടങ്ങിയ രേഷ്മയെ അവൻ ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവനിലേക്ക് അടുപ്പിച്ചു. ഞാൻ അപ്പോഴേക്കും തല തിരിച്ചു. അവരവിടെ എന്താ ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല. എന്തോ അത് കാണാൻ എനിക്കപ്പോൾ തോന്നിയില്ല. എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ ഭാര്യ എന്തായിരിക്കും ചെയ്യുന്നതെന്നായിരുന്നു. അങ്ങനെ അവർ 2 പേരും ബൈക്കെടുത്ത് വെളിയിൽ പോയി. എന്നാലും ഇവൻ ആരാണ് എൻ്റെ ഭാര്യയും രേഷ്മയും ഇങ്ങനെയൊക്കെ ചെയ്യാനും? കാണാൻ ഒരു മെനയുമില്ല. രേഷ്മയേക്കാൾ ഉയരമുണ്ടവന്. മെലിഞ്ഞിട്ടാണ്, കറുത്തിട്ടാണ്. പിന്നെ അവൻ്റെ ഒരു കുറ്റിത്താടിയും. ഇവനെ പോലെയുള്ളവന്മാർക്ക് രേഷ്മയൊന്ന് കാണാൻ കിട്ടും തന്നെ ഭാഗ്യമാണ്. അതുപോലെ എൻ്റെ ഭാര്യയും. സമയം 6:10. ഞാൻ അവരുടെ ഓഫീസ് ബിൽഡിങ്ങിലേക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് എൻ്റെ കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ദീപയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു, ഞാനിവിടെ എത്തിയെന്നും പറഞ്ഞു. 6:20 ദീപയും ശരത്തും ഒരുമിച്ച് ഓഫീസിന് വെളിയിൽ വന്നു. 2 പേരും എൻ്റെ കാർ ലക്ഷ്യമാക്കി നടന്നു വന്നു. അടുത്ത് വന്നപ്പോൾ ശരത്ത് ഒരു ഹായ് പറഞ്ഞ് നേരെ അവൻ്റെ ബൈക്കിൻ്റെ അടുത്തേക്കും ദീപ കാറിലേക്കും കയറി. വീട്ടിൽ നിന്നും എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ ഓവർകോട്ടിട്ടായിരുന്നു അവൾ തിരിച്ചു വന്നത്. ഷോപ്പിംഗ് കഴിഞ്ഞ് കയ്യിലുണ്ടായിരുന്ന കവറുകളൊന്നും ഇപ്പോൾ ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗ്? ഞാൻ ചോദിച്ചു. നല്ല ബോറായിരുന്നു. ക്ലയൻറ്റിന് പറയുന്നത് തലയിൽ കയറണ്ടേ, ദീപ പറഞ്ഞു. അപ്പോൾ ശരിക്കും ടയേർഡായി കാണുമല്ലോ? ഞാൻ ചോദിച്ചു. അതെ, ബ്രേക്ക് പോലും എടുക്കാൻ പറ്റിയില്ലെന്ന് വേണം പറയാൻ, ദീപ പറഞ്ഞു. എന്നാലൊരു കാര്യം ചെയ്യാം, ഇന്നിനി കുക്കിംഗ് ഒന്നും വേണ്ട, നമുക്ക് പോകുന്ന വഴിയിൽ ഫുഡ് മേടിക്കാം, ഒരു ജ്യൂസും കൂടി ആവാമല്ലോ, ഞാൻ പറഞ്ഞു. അവൾ ഒന്ന് മൂളി. ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പാർസൽ വാങ്ങിച്ചു. അതിനിടയിൽ ഓരോ ജ്യൂസും കഴിച്ചു. എൻ്റെ ഭാര്യ എത്ര കൂളായിട്ടാണ് നുണ പറയുന്നത്. അവളുടെ ഈ ഒരു കഴിവ് അപാരം തന്നെ. ഞാനും നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ അത്രയ്ക്കും ദേഷ്യം വന്നിട്ടും
എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ഞാൻ അവളോട് സംസാരിക്കുന്നത്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എനിക്കറിയണമായിരുന്നു. വീട്ടിലെത്തി ഞാൻ കുളിക്കാനും അവളെന്തോ മെയിലിഴക്കാനും ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ റൂമിൽ കയറി. ഞാനൊരു 10 മിനിറ്റിൽ കുളിച്ചിറങ്ങി. അപ്പോഴാണ് അവളും അവളുടെ റൂമിൽ നിന്നും വെളിയിൽ വന്നത്. ആ സമയം എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ നിന്നും എൻ്റെ മുന്നിലൂടെ പോകുന്ന ഭാര്യയല്ല ഇതിന് വെളിയിലുള്ളത്. നേരെ അവൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് കുളിക്കാനാണ് പോയത്. ഞാനും കരുതി പോയി കുളിക്കട്ടെ, അവൻ തൊട്ടതല്ലേ, അതൊക്കെ പോട്ടെ എന്ന്. അങ്ങനെ ഞാൻ ഹോളിൽ TV കണ്ടുകൊണ്ടിരിക്കെ അവൾ കുളി കഴിഞ്ഞ് വന്നു. ഞാൻ ഫുഡ് എടുത്ത് വെക്കാം, വല്ലാത്ത ക്ഷീണം, എനിക്കൊന്ന് ഉറങ്ങണം, അവൾ പറഞ്ഞു. ദീപ ഫുഡ് എടുത്ത് ടേബിളിൽ വെച്ചു. ഞാനും കൂടി കഴിക്കാൻ ചെന്നു. എന്താടോ തൻ്റെ ബിസി മാറുന്നത്, എപ്പോഴും മീറ്റിംഗ് ആണല്ലോ, ഞാൻ ചോദിച്ചു. അത് മീറ്റിംഗ് എല്ലാം ഒഴിവാക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പറ്റുന്നില്ല, ദീപ പറഞ്ഞു. വേറെ ആരുമില്ലേ തന്നെ ഹെൽപ്പ് ചെയ്യാൻ? മലയാളികൾ പുതിയതാരെങ്കിലും ജോയിൻ ചെയ്തോ, ഞാൻ ചോദിച്ചു. ആ ഉണ്ടല്ലോ, ഇപ്പോൾ ഞങ്ങൾ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനടക്കം 6 പേരുണ്ട് ആ ടീമിൽ, ദീപ പറഞ്ഞു. ആഹാ കൊള്ളാലോ, തനിക്കങ്ങനെ മലയാളി ഫ്രണ്ട്സൊക്കെ ആയല്ലേ. എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും ഞാനും ഷാമേച്ചിയും മാത്രമേ ഉള്ളൂ മലയാളികളായിട്ട്, ഞാൻ പറഞ്ഞു. ചേച്ചി സുഖമായിരിക്കുന്നോ? ചേച്ചിയെ കണ്ടിട്ട് ഒരുപാടായി, ദീപ പറഞ്ഞു. ചേച്ചി ഈ വീക്കിൽ നാട്ടിൽ പോവാ എന്നോട് പറഞ്ഞിരുന്നു. ഓ അതെയല്ലേ, നിൻ്റെ പുതിയ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട്, ഞാൻ ചോദിച്ചു. പുതിയവരൊന്നുമല്ല, ശരിക്കും അവർ ജോയിൻ ചെയ്തിട്ടിപ്പോൾ 1 വർഷം ആകാറായി. അത്രയും നാളായോ, ഞാൻ ചോദിച്ചു. 1 വർഷമായോ ഇവരൊക്കെ ഫ്രണ്ട്സായിട്ട്? ഇതുവരെ ഇവൾ എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, ഞാൻ മനസ്സിലോർത്തു. ആ ഒരുപാട് നാളായി. ശരത്തിനെ അരുൺ അറിയില്ലേ, ദീപ ചോദിച്ചു. ആ അറിയാം, ഇന്ന് കണ്ടതല്ലേ. ആ അതെ, പിന്നൊരു ചേച്ചി രേഷ്മ, പുള്ളിക്കാരുടെ ഹസ് നേവിയിലാണ്, മുംബൈയിലായിരുന്നു ആദ്യം, ഇപ്പോഴിവിടെ ജോലി കിട്ടിയപ്പോൾ ഷിഫ്റ്റ് ചെയ്തു. ഓ നാട്ടിലെവിടെയാ അവർ, ഞാൻ ചോദിച്ചു. സത്യം പറയാലോ അങ്ങനെയൊന്നും എനിക്കറിയില്ല, ഞാനങ്ങനെ ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഇവൾക്ക് രേഷ്മ എൻ്റെ നാട്ടുകാരിയാണെന്ന് ശരിക്കും അറിയില്ലേ, ഞാൻ മനസ്സിലോർത്തു. പിന്നെ ആരൊക്കെയുണ്ട്, ഞാൻ ചോദിച്ചു. പിന്നെ ഒരാൾ ആസിഫ്, അവനും നാട്ടിലെവിടെയാണെന്ന് അറിയില്ല, ഒരു 24 വയസ്സുണ്ട്. പിന്നെ ഒരുത്തൻ ജാഫി ജാഫർ എന്നാണ് അവൻ്റെ പേര്, പുള്ളി മാരീഡാണ്, വൈഫ് ദുബായിലാണ്, നേഴ്സായി വർക്ക് ചെയ്യുന്നു, ഒരു 28-29 വയസ്സ് കാണും, ദീപ പറഞ്ഞു. ഓഹോ, തനിക്ക് ഇത്രയൊക്കെ മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിട്ടും ഇത്രയും നാൾ താൻ എന്താടോ എന്നോട് പറയാതിരുന്നേ, എനിക്കും അവരെയൊക്കെ പരിചയപ്പെടായിരുന്നല്ലോ, ഞാൻ ചോദിച്ചു. അത് പിന്നെ അരുൺ അധികം ഫ്രണ്ട് സൈക്കിൾ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ. അവരും പറയാറുണ്ട് ഹസിനെ പരിചയപ്പെടണമെന്നൊക്കെ, നമുക്കിവിടെ ടൈം കിട്ടുമ്പോൾ പരിചയപ്പെടാം, ദീപ പറഞ്ഞു. ഡബിൾ ഓക്കെ. പിന്നെ ആരാരാണ്, ഞാൻ ചോദിച്ചു. അതൊരു 21-22 വയസ്സുള്ള കുട്ടിയാണ്, പേര് ഷെൽമ. അവൾ ഞങ്ങളുടെ അവിടെ ജോയിൻ ചെയ്തിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. അതൊരു പാവാണ്, എന്ത് ചെയ്യാനും പേടിയുള്ള കൂട്ടത്തിലാണ്, ദീപ പറഞ്ഞു. ഇനിയൊരവസരം കിട്ടിയാൽ ഇവരേക്ക് ഒന്ന് പരിചയപ്പെടാം, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. എത്രയൊക്കെ കണ്ണടച്ച് കിടന്നാലും മനസ്സിൽ മുഴുവൻ ഇന്ന് മാളിൽ കണ്ട എൻ്റെ ഭാര്യയുടെ മറ്റൊരു രൂപമായിരുന്നു. കൂടാതെ മറ്റവനെന്ന് കാട്ടിക്കൂട്ടിയതും ഒരു കാര്യം എനിക്കുറപ്പായി, ഇവൾ ഒരുപാട് എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. അതിനാദ്യം ഇവളുടെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടണം, ഞാൻ ഓർത്തു. അങ്ങനെ പിറ്റേ ദിവസം സൺഡേ ആയി. എല്ലാ സൺഡേയിലും പോലെ ഞാനും ദീപയും പുറത്തേക്ക് പോയി ഫുഡ് കഴിച്ച് ഒരു മൂവി കണ്ട് തിരിച്ച് ഫ്ലാറ്റിൽ വന്നു. ദീപ പഴയ പോലെ എല്ലാം മറയ്ക്കുന്ന ഒരു ചുരിദാർ എടുത്തിട്ടാണ് കൂടെ വന്നത്. ഞാനാണെങ്കിൽ ഈ ഡ്രസ്സ് ചൂസ് ചെയ്യാനോ ഇതിട്ടാൽ മതിയെന്നോ ഒന്നും പറഞ്ഞില്ല. നോർമൽ ഒരു ദിവസം. രാത്രി വീട്ടിലെത്തി കിടക്കുന്നതിന് മുമ്പ് നാളത്തേക്ക് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നു ദീപ അടുക്കളയിൽ. ഞാൻ പുറകിലോട് ചെന്ന് അവളെ വാരിപ്പുണർന്നു.
അവൾ ഉടൻ തന്നെ എൻ്റെ കൈ പിടിച്ച് മാറി നിന്നു. എന്നിട്ടവൾ കുറച്ച് ദേഷ്യത്തോടെ, എന്താ ഇതൊക്കെ, എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ, അവൾ ചോദിച്ചു. അത് നീ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ ഇപ്പോൾ വേണ്ട, എനിക്ക് കുറച്ചുകൂടെ ഇവിടെ പണിയുണ്ട്, അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടേക്ക് വരാം, അവൾ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ നേരെ അവിടെ നിന്നും റൂമിലേക്ക് വന്നു. എൻ്റെ മനസ്സിൽ വല്ലാത്ത ദേഷ്യവും വിഷമവുമെല്ലാം ഒരേ സമയം വന്നു. അവൾ എന്നെക്കൊണ്ട് ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ആ ചെക്കനെ പറ്റി ഞാൻ ഓർത്തത്. ഇന്നലെ ആ മാളിൽ വെച്ച്, അത്രയും പബ്ലിക്കായ സ്ഥലത്ത് വെച്ച് എന്തായിരുന്നു രണ്ടും കൂടി കാട്ടിക്കൂട്ടിയത്? മിക്കവാറും അവനാവും ഹാസിഫ്. അവൻ കണ്ടവരിൽ പ്രായം കുറവുള്ളത് അവനായിരുന്നു. പെട്ടെന്ന് ദീപ റൂമിലേക്ക് വന്നു. വന്നപാടെ ലൈറ്റെല്ലാം ഓഫാക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് കിടന്നു. പക്ഷേ എനിക്കെന്തോ അടുക്കളയിൽ നിന്നും കിട്ടിയ അപമാനത്താൽ ഞാൻ നല്ല ദേഷ്യത്തിലായിരുന്നു. അവൾ വന്നതും ഞാൻ തിരിഞ്ഞു കിടന്നു. അവളെന്നോട് ഒന്നും ചോദിച്ചുമില്ല. രാവിലെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ദീപ വർക്കിന് പോകാൻ വേണ്ടി റെഡിയാവുമായിരുന്നു. അവൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് നേരെ പോയി. ബൈക്കിലാണ് പോകുന്നതെന്നും പറഞ്ഞു. ഞാനും ഒന്ന് മൂളി. എൻ്റെ മനസ്സിലേക്ക് വീണ്ടും പഴയതൊക്കെ ഓർമ്മയിൽ വന്നു. ഇന്നലെ കിച്ചണിൽ വെച്ചുണ്ടായതും, എന്നാൽ ആ മാളിൽ വെച്ച് അവനോട് പ്രതികരിക്കാതിരുന്നത് പബ്ലിക് പ്ലേസിൽ വെച്ച് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് കരുതി കാണുമോ? അതുപോലെ അവർ ബൈക്കിൽ ചേർന്നിരുന്ന് പോയത് മനഃപൂർവ്വം ആകണമെന്നില്ലല്ലോ. ഫ്രണ്ടിലിരിക്കുന്ന ആളോട് സംസാരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഇരിക്കാറ്. ദൈവമേ, ഞാൻ അവളെ തെറ്റായി ചിന്തിച്ചു കൂട്ടിയോ? മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് എന്തിനാ അവൾ പുറത്തു പോകുന്നേ? ഞാൻ പെർമിഷൻ കൊടുക്കില്ല എന്ന് കരുതിയിട്ടാണോ? അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ എല്ലാ ഹസ്സിനോട് ചോദിച്ചു മാത്രം ചെയ്യുന്ന ആളാണെന്ന് അവർ അറിയുമ്പോൾ കളിയാക്കുമെന്ന് കരുതിയിട്ടാണോ? ഇനി ചിലപ്പോൾ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും ഡ്രസ് സ്റ്റൈൽ മാറ്റുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞിട്ടും ചേഞ്ച് ചെയ്യാത്ത എൻ്റെ ഭാര്യ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ മാറ്റിയെന്നുള്ളത് എന്നെ വേദനിപ്പിക്കുമെന്ന് കരുതിയിട്ടാവും ദീപ എൻ്റെ മുന്നിൽ പഴയതുപോലെ ഡ്രസ് ഇടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആസിഫിനും രേഷ്മയ്ക്കിടയിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഞാൻ കണ്ണുകൾ കൊണ്ട് കണ്ടതാണത്. സമയം നോക്കിയപ്പോൾ 9 മണി കഴിഞ്ഞു. ഇനിയും ലേറ്റായാൽ വർക്കിന് കൃത്യസമയത്ത് എത്തില്ല. ഏതൊരു ദിവസത്തെയും പോലെ 3 ദിവസം കടന്നുപോയി. മനസ്സിന് സമാധാനമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒന്നും ഉണ്ടായില്ല. അവൾ വേണമെന്ന് പറഞ്ഞതുമില്ല. വ്യാഴാഴ്ച രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ സാരിയിൽ നിൽക്കുകയാണ് ദീപ. ആ വേഷത്തിൽ അവളെ കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. മാസത്തിൽ 1-2 തവണയെ സാരി ഉടുക്കുന്നത്. അന്ന് അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ അവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു, അതെ, ഞാനിന്ന് ലേറ്റാവും, ഓടിട്ടുണ്ട്. ശരി, ഞാൻ എപ്പോഴാണ് പിക്ക് ചെയ്യാൻ വരേണ്ടത്? മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞു. ഇന്നതിൻ്റെ ആവശ്യമില്ല, ഞാൻ സ്കൂട്ടി എടുക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഓഡിറ്റ് ക്യാൻസലാവാം, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് ലേറ്റാവോ നേരത്തെ കഴിയുമോ എന്ന് പറയാൻ പറ്റില്ല, ദീപ പറഞ്ഞു. നീ എന്തായാലും മെസ്സേജ് ഇട്ടോ. നീ ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ എനിക്കും പുറത്തുനിന്ന് ചായ കുടിച്ച് പതുക്കെ വന്നാൽ പോരെ? ആ, ഓക്കെ, ബൈ. ദീപ സ്കൂട്ടിയുടെ കീ എടുത്തിറങ്ങി. ഞാനും വർക്കിന് പോകാൻ റെഡിയായി ഇറങ്ങി. ജോലിസ്ഥലത്ത് എത്തുന്നത് വരെ ഞാൻ ഓരോന്ന് ആലോചിച്ചു. വർക്ക് പ്ലേസിൽ ലഞ്ച് ബ്രേക്കായി. ഫുഡ് കഴിക്കുന്നതിനിടയിലാണ് ഞാൻ ഫോണിൽ നോക്കുന്നത്. ദീപയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഓഡിറ്റ് 4 മണിക്ക് ശേഷമേ ഉണ്ടാവൂ, വരാൻ ലേറ്റാവും. അവളുടെ മെസ്സേജ് കണ്ടതോടെ എൻ്റെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി. ഇന്നും ഇനി എന്നോട് നുണ പറഞ്ഞ് എവിടെയെങ്കിലും പോകാനുള്ള പ്ലാൻ ആയിരിക്കുമോ? ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. എന്തായാലും ഇന്നെനിക്കൊരു കാര്യം ഉറപ്പിക്കണം. എൻ്റെ ഭാര്യ എന്നെ ചതിക്കാണോ, അതോ ഞാൻ അവളെക്കുറിച്ച് അനാവശ്യമായി ചിന്തിച്ച് കൂട്ടാണോ എന്ന്. നേരെ ഓഫീസിലെ മാനേജറെ കണ്ട് ഞാൻ ഹാഫ് ഡേ ലീവ് പറഞ്ഞ് തലവേദന എന്നൊരു കള്ളവും പറഞ്ഞു. സമയം 2:15. നേരെ അവളുടെ ഓഫീസ് ലക്ഷ്യമാക്കി കാർ ഓടിച്ചു. ദീപയുടെ ഓഫീസിലേക്ക് പോകുമ്പോഴും എനിക്കുറപ്പില്ല അവളെ അവിടെ കാണാൻ പറ്റുമോ, അതോ അവൾ വെളിയിൽ പോയിട്ടുണ്ടാകുമോ എന്ന്. ഞാൻ ഫോണെടുത്ത് അവളെ വിളിച്ചു. കുറച്ച് റിങ് കഴിഞ്ഞ് അവൾ ഫോണെടുത്തു. ഹലോ ദീപേ, തിരക്കിലാണോ? ഞാൻ ചോദിച്ചു. അല്ല, ഇവിടെ ഓഡിറ്റിനുള്ള പ്രിപ്പറേഷനിലാണ്, ദീപ പറഞ്ഞു.
"ഉം, എൻ്റെ ലഞ്ച് ബ്രേക്കാണ്. വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുമോ? ഞാൻ ഫുഡ് വാങ്ങി വെക്കണോ?" "ഏയ് വേണ്ട, ഞാൻ വരാൻ ലേറ്റാവും. പക്ഷെ ഫ്രിഡ്ജിൽ ഫുഡ് ഇരിക്കുന്നുണ്ട്. നൈറ്റ് അത് ചൂടാക്കിയാൽ മതി," അവൾ പറഞ്ഞു. ഫോണിൻ്റെ മറുവശത്ത് നിന്ന് ദീപ എന്നൊരു വിളി കേട്ടു. ഇന്ന് ആ ഫയൽ എന്നൊരു ഡയലോഗും കൂടി അവൾ പറഞ്ഞു. "ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്, വന്നിട്ട് കാണാം, ബൈ" എന്നും പറഞ്ഞ് അവൾ കോൺ ഡിസ്കണക്റ്റ് ആക്കി. അപ്പോൾ അവൾ ഇപ്പോഴും ഓഫീസിലുണ്ട്. ഞാനൊരു 3:20 അവളുടെ ഓഫീസിൻ്റെ അടുത്തെത്തി. കാറിൽ തന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്തു. 3:30 കുറച്ചു പേർ ദീപയുടെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് കണ്ടു. 10 മിനിറ്റൂടെ കഴിഞ്ഞപ്പോൾ അതാ രേഷ്മയും വേറൊരുത്തനും പുറത്തേക്ക് വരുന്നു. നല്ല ഉയരമുണ്ട്, ഏകദേശം 5-10 ഉയരമുണ്ടാവും. ഓഫീസ് എക്സിക്യൂട്ടീവ് ലുക്കുണ്ട് അവന്. പെട്ടെന്ന് എൻ്റെ ഭാര്യയും ആസിഫും ഓഫീസിൻ്റെ പുറത്തേക്ക് വരുന്നു. അവർ നേരെ പാർക്കിങ്ങിലുള്ള ഒരു കാറിൻ്റെ അടുത്ത് പോയി. ബാക്ക് ഡോർ തുറന്ന് ഹെൽമെറ്റുകൾ എടുത്തു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കൂടെയുള്ള പൊക്കമുള്ളവൻ ജാഫർ ആയിരിക്കണം. ബാക്ക് സീറ്റിൽ നിന്നും 4 ഹെൽമെറ്റ് അവർ കയ്യിലെടുത്തു. ദീപ കാറിൻ്റെ ഡോറടയ്ക്കാൻ പോകുമ്പോൾ ആസിഫ് അത് തടഞ്ഞു. എന്നിട്ടെന്തോ അവർ എല്ലാവരോടുമായി പറഞ്ഞു. അത് കേട്ട് ജാഫറും എന്തോ പറയുന്നുണ്ടായിരുന്നു. ദീപ അവർ പറഞ്ഞ എന്തോ സമ്മതിച്ചു എന്ന് വേണം അവളുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കാൻ. അപ്പോൾ ഈ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.